ഇന്ന് ഓഫീസ് കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടല്ലോ മനസ്സും വയറും തണുക്കുന്ന രീതിയിലുള്ളൊരു സാധനം ഇരിപ്പുണ്ടായിരുന്നു എന്നെ കത്തിട്ട്. അതായത് ആദ്യക്കുട്ടനും അജുവിനും കൂടെ വൈകുന്നേരം നല്ലൊരു അടിപൊളി കോൾഡ് കോഫി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂട് സമയത്ത് ചൂട് കാരണം ആദ്യക്കുട്ടനൊക്കെ കുടിക്കണം എന്ന് ആഗ്രഹം കൊണ്ട് ആദ്യക്കുട്ടൻ ഉണ്ടാക്കിയതാണ്. പക്ഷേ ചേട്ടൻ പറഞ്ഞു നമുക്ക് എന്തായാലും ഈ ചൂടത്ത് വേണ്ട, ഫ്രിഡ്ജ് വയ്ക്കാൻ നമുക്ക് തണുപ്പിച്ച് കുടിക്കാൻ പറഞ്ഞിട്ട് തണുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ച് ഞാൻ വന്നപ്പോൾ ആദ്യക്കുട്ടനെയും അജുവിനെയും ഒക്കെ ഞാൻ അടിച്ചു മാറ്റി. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്ന ശേഷം ബാക്കിയായിരുന്നു കൂടെ ഞാൻ തന്നെ ചേട്ടനെ കുടിച്ച് തീർത്തത് കേട്ടോ. എന്തായാലും അടിപൊളി കോഫി ആയിരുന്നു. ആദ്യക്കുട്ട അടിപൊളി. അപ്പോൾ എന്തായാലും ഞങ്ങൾ നമ്മുടെ ഫാമിലി ഫ്രണ്ട് വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് ഇരുന്ന് സംസാരിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രാത്രിക്കുള്ള ഡിന്നറൊക്കെ വീട്ടിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ പോയെങ്കിലും എവിടെയെങ്കിലും നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ പൊതുവേ ആരും അങ്ങനെ പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ നമ്മൾ വിടത്തില്ലല്ലോ. കുറേയൊക്കെ നമ്മൾ ഒഴിവാകാൻ നോക്കി, പക്ഷെ നടന്നില്ല. പിന്നെ അവസാനം ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. അത് കഴിഞ്ഞ് വരുമ്പോൾ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് വന്നിട്ട് മിണ്ട അത് കയറി കിടന്നു. വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആകെ മൊത്തത്തിൽ ക്ഷീണമായിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ ആയപ്പോൾ നല്ല അടിപൊളി തലവേദന. അപ്പോൾ അജുവേട്ടൻ രാവിലെ നല്ലൊരു ചായ കിട്ടുന്നു. അതൊക്കെ കുടിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങി. ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഓഫീസിൽ പോകണ്ടേ, ഫുഡ് ഉണ്ടാക്കണം എന്നുള്ള ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഓർമ്മ വന്നപ്പോൾ വേഗം ചാടി എഴുന്നേറ്റ് തലവേദനയൊക്കെ ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ട് ഓടി എഴുന്നേറ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് വേഗം പോയി അടുക്കളയിൽ ഇപ്പോൾ ചോറ് വെച്ചു. അതുപോലെ തന്നെ ഉപ്പേരി ഉണ്ടാക്കാം, എന്താ ഉണ്ടാക്കാൻ കറിയെന്ന് ആലോചിച്ചപ്പം ഇനി കുറച്ച് സമയം കൂടുതൽ ബാക്കിയുള്ളൂ. എന്താ ഉണ്ടാക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് ചേട്ടൻ പറഞ്ഞു ഞാൻ കേർഡ് റൈസ് ഉണ്ടാക്കാമെന്ന്. അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് കേർഡ് റൈസ് ഒന്നും വേണ്ട, നമുക്ക് തൈര് കൂടി ഞങ്ങൾ കഴിച്ചോളാം, നിനക്ക് വേണമെങ്കിൽ ഉണ്ടായിക്കോ, ഞങ്ങൾക്ക് തൈര് മതി എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഞാനും വിചാരിച്ചു പിന്നെ ഒരാൾക്ക് മാത്രമേ എന്ത് കേർഡ് റൈസ് വേണ്ട, കുഴപ്പമില്ല, നമുക്കും അവരുടെ കൂടെ ചേർന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനും തൈരും ചോറും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ വെറും തൈരും കൂടുതൽ ചോറും കൂടുതൽ സുഖമില്ലല്ലോ. അപ്പോൾ അവർക്കാണെങ്കിൽ പനീറിൻ്റെ കറി ഇരിപ്പുണ്ട് ഇന്നലത്തെ. പക്ഷേ ഉള്ളിയൊക്കെ ചേർത്തായതുകൊണ്ട് ഓഫീസിൽ കൊണ്ടുപോയിക്കാൻ എനിക്കത് കേട് വരുമോ എന്നൊരു സംശയമുള്ളതുകൊണ്ട് ഞാൻ 2-3 മണിക്കൊക്കെ കഴിക്കാറുള്ളത്. അപ്പോൾ അത് കാരണം അത് കേട് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ആർക്കും ഇല്ലാതാവില്ലേ. അത് കാരണം ഞാൻ പറഞ്ഞു നിങ്ങൾ ടൈം ആകുമ്പോൾ നിങ്ങൾ കുറച്ചെടുത്ത് വെളി വെച്ച് നിങ്ങൾ ചൂടായി കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഞാൻ അത് ഏൽപ്പിച്ചിട്ട് ഞാൻ പോയി ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഉണ്ടാക്കി. എന്തായാലും ഇപ്പോൾ രണ്ടുപേർക്കും ആവുമല്ലോ, അവർക്കും ആവും എനിക്കും ആവുമല്ലോ എന്ന് ഉദ്ദേശിച്ചിട്ട് ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും കൂടെ ഉണ്ടാക്കിയിട്ട് നല്ല മുരിഞ്ഞ ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഞാൻ വേഗം പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് തലയൊക്കെ ഒന്ന് ഡ്രൈ ആക്കി. അത് കഴിഞ്ഞിട്ട് വേഗം ടിഫിനൊക്കെ ആക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ലേറ്റ് ആയിപ്പോൾ. പിന്നെ കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ളത് കൊണ്ട് തന്നെ വേഗം പോയി ടിഫിനൊക്കെ ആക്കി. അത് കഴിഞ്ഞ് വെള്ളമൊക്കെ നിറച്ച ശേഷം നമ്മുടെ ഓഫീസിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച ശേഷം പിന്നെ ഞാൻ പോയിട്ട് ടാബ്ലറ്റ് കഴിക്കാൻ നിന്നു. അപ്പോഴാണ് വിചാരിച്ചു അയ്യോ നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല, ഓഫീസിൽ വരുമ്പോഴേക്കും നമ്മുടെ ടൈം പോകുമെന്ന് പറഞ്ഞ് വേഗം പോയി വീഡിയോ അപ്ലോഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് മരുന്നും കഴിച്ച് പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.